ഒരു വലിയ വിഭാഗം ആളുകൾ കാണുന്നത് രാഷ്ട്രീയം മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല. അതെ, എല്ലാവരും പെട്ടെന്ന് പറയുന്നത് എന്താ, കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറ്റിയ പണിയല്ല എന്നാണ് നമ്മൾ കാരണവന്മാരും മുതിർന്നവരും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ ആ രാഷ്ട്രീയം എന്താണെന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം, ഉത്തരവാദിത്തം നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മളോട് പറയുന്നത്, നിങ്ങൾ CPM വോട്ട് ചെയ്യണമെന്നല്ല അവർ പറയുന്നത്. കാരണം വോട്ട് ചെയ്യാൻ വന്നാൽ നമ്മൾ കോൺഗ്രസിനെ ചെയ്യുള്ളൂ, പപ്പാവ് കോൺഗ്രസിനെ ചെയ്യുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ വരരുത്, സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരരുത് എന്ന് പറഞ്ഞ ഭീഷണിയാണ്. പന കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു, ID കാർഡ് പിടിച്ചു മേടിക്കുന്നു, ഒടുവിൽ പോലീസ് വന്നിട്ടാണ് രക്ഷിച്ച് കൊണ്ടുപോയി വോട്ട് ചെയ്യുന്നത്. പക്ഷെ JNU അങ്ങനെയല്ല. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം അവിടെ ചെല്ലുമ്പോൾ ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലോ അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ ഫിറ്റ് അല്ലാത്ത ഒരാൾ എന്നുള്ളൊരു സമീപനമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? കാരണം അതൊരു ബ്രാൻഡിങ് ഉണ്ട്. തീർച്ചയായിട്ടും. ഞാൻ JNUവിൽ ചെല്ലുമ്പോൾ, JNUവിലെ NSUI എന്ന് പറയുന്നത്, നമ്മൾ KSU കേരളത്തിന് പുറത്ത് NSUI എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ NSUI എന്ന് പറയുന്നത് ഏതാണ്ട് 4-മോ 5-മോ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ക്യാമ്പസാണ്. അവിടെ മത്സരം നടക്കുന്നത് ലെഫ്റ്റും അൾട്രാ ലെഫ്റ്റും തമ്മിലാണ്. ഇടതുപക്ഷവും തീവ്ര ഇടതുപക്ഷവും തമ്മിലാണ് മത്സരം. ഇത് നമ്മളെയും അഫക്റ്റ് ചെയ്യാം. പക്ഷെ ഛത്തീസ്ഗഡിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നറേറ്റീവ് നേരെ തിരിച്ചാണ്. പറ നിങ്ങൾ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതല്ലേ, നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ കൊണ്ടുപോകുന്നതല്ലേ എന്ന് പറഞ്ഞ് ഇവരെ പേടിപ്പിക്കുകയാണ്. അവരെ പേടിപ്പിക്കുന്ന, എന്നിട്ട് ഒരു കുട്ടിയുടെ ഒരു ബാഗിൽ നിന്ന് ഒരു 2000 രൂപ കിട്ടി. ആ 2000 രൂപ ഇവർ തന്നെയാണ് പരിശോധിക്കുന്നത്, പോലീസൊന്നുമല്ല. ഈ 2000 രൂപ എടുത്ത് വെച്ചിട്ട് ഇവർ പറയണതാ ഇവർക്ക് കന്യാസ്ത്രീകൾ മതം മാറാൻ വേണ്ടി കൊടുത്ത പൈസയാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ BJPയുടെ ഔദ്യോഗിക ഒരു ഒഫീഷ്യൽ ഹാൻഡിൽ വന്ന ഒരു കാരിക്കേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത്, അതായത് കന്യാസ്ത്രീകൾ, 2 കന്യാസ്ത്രീകൾ ഈ പെൺകുട്ടീനെ കയറിൽ കെട്ടി പിടിച്ചിരിക്കുകയാണ്. 2 പെൺകുട്ടികളെ കയ്യിൽ കയറ് കെട്ടിയിട്ട് അവർ ഈ കന്യാസ്ത്രീകൾ പിടിച്ചിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. പുതിയൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് രാഷ്ട്രീയം പറയാനായിട്ട് ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ച കുറേയധികം കാര്യങ്ങൾ, നിലവിലത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതേപോലെ ഇവർക്ക് ജനപ്രതിനിധികൾക്ക് നമുക്ക് എന്ത് ചെയ്ത് തരാൻ പറ്റുമെന്നുള്ള നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം, അതൊക്കെ ഇന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് റോജി M. ജോൺ ഉണ്ട്. അങ്കമാലിയുടെ MLA ആയിട്ടുള്ള, ഏറെ പ്രിയങ്കരനായിട്ടുള്ള റോജി M. ജോണിനെ ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. തുടർച്ചയായി 2 തവണ അങ്കമാലിക്കാർ മനസ്സറിഞ്ഞ് വിജയിപ്പിച്ച അവരുടെ പ്രിയപ്പെട്ട MLA ആണ് താങ്കൾ. ഇപ്പോൾ എത്രത്തോളം ഒരു എറണാകുളംകാരനായിട്ട് മാറാൻ പറ്റിയിട്ടുണ്ട്? ഓരോ തവണ ഇലക്ഷൻ വിജയിക്കുന്ന സമയത്തും നമ്മൾ ആ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ കാണുന്നതാണ്. കാര്യമായിട്ട് തന്നെ അത് കൂടുന്നുണ്ട്. അപ്പോൾ ഒരു എറണാകുളംകാരനായിട്ട് മാറി താൻ പൂർണ്ണമായിട്ട് എന്ന് തോന്നി തുടങ്ങിയ ഒരു സാഹചര്യം, 2 പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ ഒപ്പം കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. കോവിഡ് ഉണ്ടായിരുന്നു, പ്രളയം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ തോന്നുന്നു? ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഞങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് കോട്ടയം പാലാ സൈഡിൽ നിന്ന് കാരണവന്മാർ മലബാറിലേക്ക് കുടിയേറിയതാണ്. പക്ഷേ 10ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ എറണാകുളത്ത് പഠിക്കാൻ വരുന്നത്. എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കൊച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുന്നത്, യു ആക്ച്വലി ഫോൾ ഇൻ ലവ് വിത്ത് ദാറ്റ് സിറ്റി. നമുക്ക് കൊച്ചിയിൽ വരുന്ന ആളുകൾക്ക് തിരിച്ചു പോകാനായിട്ട് ഒരിക്കലും തോന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു എറണാകുളംകാരനായി അന്ന് തുടങ്ങി മനസ്സുകൊണ്ട് മാറിയതാണ്. നമ്മുടെ സൗഹൃദങ്ങൾ, ബന്ധങ്ങളെല്ലാം ഇവിടെയായിരുന്നു. പിന്നീട് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനൊക്കെ പോയി. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവധിക്ക് വന്നാൽ നമ്മൾ ആദ്യം വരുന്നത് എറണാകുളത്തേക്കാണ്. നമുക്ക് കണ്ണൂരേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം നമുക്ക് എറണാകുളത്ത് നിൽക്കാനാണ്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മുടെ താല്പര്യമൊക്കെ മനസ്സിലായി. വീട്ടുകാരൊക്കെ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് എറണാകുളത്തേക്ക്, നമുക്ക് എയർപോർട്ടിൻ്റെ സൗകര്യമൊക്കെ നോക്കി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയും, അങ്ങനെ ഞാൻ അങ്കമാലിക്ക് പരിസരത്ത് വന്ന് 2010 അവസാനമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം ഞാൻ 2016 സ്ഥാനാർത്ഥിയാകുമ്പോൾ അങ്കമാലിക്കാർക്ക് അത്ര ഒരു പരിചിതനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയായിരുന്നില്ല ഞാൻ. കാരണം ആ സമയത്തൊക്കെ പ്രവർത്തിക്കുന്ന ഡൽഹിയിലാണ്. ഞാൻ NSUI ദേശീയ പ്രസിഡൻ്റായിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ്, JNUവിൽ പഠനത്തിന് ശേഷം. അപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് പല ആളുകളും പലതും പറഞ്ഞു. കുറേ ആളുകൾ പറഞ്ഞു ഇദ്ദേഹം കണ്ണൂരുകാരനാണ്, കുറേ ആളുകൾ പറഞ്ഞു ഇദ്ദേഹം ഡൽഹിക്കാരനാണ്, ഡൽഹിയിൽ ജനിച്ചു വളർന്ന ആളാണ്, മലയാളം ഒന്നും അറിയില്ല, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഞാൻ സത്യത്തിൽ 10ാം ക്ലാസ് വരെ സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. ഏതാണ്ട് ദിവസത്തിലൊരു 5 കിലോമീറ്റർ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് മല ഇറങ്ങണം, വൈകിട്ട് 5 കിലോമീറ്റർ തിരിച്ചു മല ചവിട്ടി കയറണം. അങ്ങനെ ഒരു 10 കിലോമീറ്റർ നടന്ന് വേണമായിരുന്നു സ്കൂളിൽ പോകാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ. അപ്പോൾ പല ആളുകൾ ഡൽഹിയിൽ ജനിച്ചു വളർന്ന ആളാണ്, മലയാളം അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വരുമായിരുന്നു. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ആ സമയത്തുണ്ടായി. പക്ഷേ എന്നിരുന്നാലും അന്ന് അങ്കമാലിക്കാരൊക്കെ അത് നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു. നമ്മളെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ UDFൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ നന്നായിട്ട് അത് ഏറ്റെടുത്തു. നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിച്ചു.
പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ 10 വർഷമായി ഒരു MLA എന്ന നിലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. നമ്മളൊരു ജനപ്രതിയായി കഴിയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യത്തിന് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ജനപ്രതിനിധികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ ജനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പ്രളയമായിരിക്കാം, കോവിഡ് ആയിരിക്കാം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ നേതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികൾ അവരുടെ കൂടെ ഉണ്ടാവണം. അവരുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മൾ ഒരു നേതാവെന്ന നിലയിലല്ല, നമ്മൾ അവരിൽ ഒരാളായിട്ട് അവരുടെ ആവശ്യത്തിന് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളതുകൊണ്ട് തന്നെ ആളുകളിൽ ഒരാളാണ്, അങ്കമാലിക്കാരനിൽ ഒരാളാണ്, അല്ലെങ്കിൽ പ്രോപ്പർ ഒരു എറണാകുളംകാരനാണ്. ഇപ്പോൾ 100% നമ്മൾ അങ്കമാലിക്കാരൻ തന്നെയാണ്. എറണാകുളത്ത് താങ്കളെ പിടിച്ചു നിർത്തിയതിൽ തേവര കോളേജിന് ഒരു വലിയ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമായിട്ടാണ് JNUവിലേക്ക് പോയത് എന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമായിട്ട് തന്നെയാണോ തേവര കോളേജിലേക്ക് വന്നത്? കാരണം കോൺഗ്രസ്സിന് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള, പ്രവർത്തകരെ സമ്മാനിച്ചിട്ടുള്ള, നേതാക്കളെ സമ്മാനിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള കോളേജാണ് തേവര SH കോളേജ്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? കണ്ണൂരിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ആ കാലഘട്ടത്തിൽ സ്കൂളിൽ രാഷ്ട്രീയമുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ KSUവിൽ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. അന്ന് 10ാം ക്ലാസ്സിൽ ഞാൻ കോളേജ് യൂണിയൻ ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തി നിൽക്കുമ്പോഴാണ് ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് അന്ന് ഹൈക്കോടതി ഇടപെട്ട് സ്കൂളുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചു. രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പൊക്കെ നിരോധിച്ചു. അപ്പം ഇലക്ഷൻ മത്സരിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു നിരാശയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ സത്യത്തിൽ അവിടെ വന്നു. അപ്പോൾ അങ്ങനെ അവിടെ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എൻ്റെ വീട്ടുകാർ എന്നെ ഈ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി, കാരണം അന്നൊക്കെ കണ്ണൂരൊക്കെയുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സംഘർഷമാണ്, വളരെ കലുഷിതമാണ്, അടിയിടിയൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇനി ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയി പഠിച്ച് രക്ഷപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്നെ എറണാകുളത്തേക്ക് അയക്കുന്നത്. പിന്നെ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വലിയൊരു മലമ്പ്രദേശത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു അടുത്തൊരു കോളേജിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി നിന്നാലും ഹോസ്റ്റലിൽ പോയി നിന്നേ പഠിക്കാം. അന്ന് ഒന്നെങ്കിൽ കണ്ണൂർ കോളേജിൽ വന്ന് പഠിക്കണം, അല്ലെങ്കിൽ പയ്യന്നൂർ പോയി പഠിക്കണം. അപ്പം കണ്ണൂരോ പയ്യന്നൂരോ ഒക്കെ പോയി പഠിക്കണമെങ്കിൽ എനിക്ക് അന്നും അവിടെ ഏതാണ്ട് ഒരു 50-60 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഹോസ്റ്റലിൽ താമസിച്ചേ പഠനം നടക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ എന്നാൽ നല്ലൊരു കോളേജിൽ വന്ന് പഠിക്കാം എന്നൊരു ലക്ഷ്യത്തിലാണ് എറണാകുളത്ത് തേവര കോളേജിലേക്ക് വരുന്നത്. തേവര കോളേജ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ നല്ല രാഷ്ട്രീയ കളരിയായിരുന്നു. ഞാൻ യൂണിയൻ ചെയർമാനൊക്കെ ആയി. ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ ഞാനും ശ്രീ ഹൈബി ഇടൻ, ഞങ്ങൾ കോളേജിൽ ഒരേ കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട്, ഹൈബി കൗൺസിലറായിട്ട് ഞങ്ങൾ ഒരുമിച്ച് യൂണിയനിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞങ്ങളതിന് ശേഷം നിയമസഭയിൽ ഞങ്ങൾ ഒരേ ബെഞ്ചിലായിരുന്നു, ഞങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് കണക്കെടുത്തു. അന്ന് തേവര കോളേജിൽ പഠിച്ച 7 MLAമാർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമായിട്ട് കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്നു. ഇപ്പോഴും നിരവധി ആളുകളുണ്ട്. അപ്പോൾ അവിടെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന നിരവധി ആളുകൾ, രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേട്ടോ, തേവര കോളേജിൽ നിന്ന് വന്ന ആളുകൾ നമുക്കറിയാം ഇന്ന് ലോകത്തിൻ്റെ നാനാകോണുകളിൽ പല മേഖലകളിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ തേവര കോളേജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് നല്ലൊരു കളരി തന്നെയായിരുന്നു. എനിക്ക് അങ്കമാലിയിൽ വന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം, ഞാൻ അങ്കമാലിയിൽ മത്സരത്തിന് വന്നപ്പോൾ നമ്മളറിയുന്ന കോളേജിൽ എന്നെ പഠിപ്പിച്ച നിരവധി അധ്യാപകർ, കോളേജിൽ പഠിച്ച നിരവധി വിദ്യാർത്ഥികൾ, അവരൊക്കെ എൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നെ അന്വേഷിച്ചു വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളൊക്കെ തേവര കോളേജിൽ പഠിച്ചിരുന്ന റോജിനെ അറിയാൻ കേട്ടോ എന്ന് പറഞ്ഞു വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തേവരയിലെ രാഷ്ട്രീയം നമുക്ക് അങ്കമാലിയിലും വേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്, റോജി ചേട്ടാ എന്ന് വിളിക്കാം. തീർച്ചയായിട്ടും. കാരണം ഞാനും തേവര കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. ഈ യുവാക്കളുടെ രാഷ്ട്രീയ പ്രവേശനം, അതേപോലെ തന്നെ കോളേജിലെ രാഷ്ട്രീയം, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇപ്പോഴത്തെ മാറുന്ന സാഹചര്യത്തിൽ? യുവാക്കൾ അധികമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ വിഭാഗം ആളുകൾ കാണുന്നത് രാഷ്ട്രീയം മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല. അതെ, എല്ലാവരും പെട്ടെന്ന് പറയുന്നത് എന്താ, കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറ്റിയ പണിയല്ല എന്നാണ് നമ്മൾ കാരണവന്മാരും മുതിർന്നവരും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ മൊത്തം മോശക്കാരാണ്, രാഷ്ട്രീയക്കാർ മൊത്തം കള്ളന്മാരാണ്, കൊള്ളരുതാത്തവരാണ്. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ കൊള്ളാവുന്നവരും മാന്യന്മാരും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ പിന്നെ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരിക? അവരാരും അതിന് പോകില്ല, അവരൊക്കെ മറ്റെന്തെങ്കിലും മേഖലയിലേക്കേ പോകുള്ളൂ. അപ്പോൾ നല്ല ആളുകൾ, കഴിവുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ, ഈ പറഞ്ഞ മാന്യന്മാരും കൊള്ളാവുന്നവരും ഒക്കെ രാഷ്ട്രീയത്തിൽ വരാതിരുന്നാൽ പിന്നെ വരുന്നത് ഇതിനൊന്നും പറ്റാത്ത ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ ആ രാഷ്ട്രീയം എന്താണെന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം, ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ അങ്ങനെയാണ് നമ്മളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുവാക്കൾ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മൾ നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയോട് പറയേണ്ടത് ഇത് കൊള്ളാത്ത പണിയല്ല, ഇത് നമുക്ക് പറ്റിയ പണിയല്ല, അല്ലെങ്കിൽ മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല എന്നല്ല. ഇത് നല്ല ആളുകൾ, മാന്യന്മാർ കടന്നു വരേണ്ട ഒരു ഫീൽഡാണെന്നും അങ്ങനെ കടന്നു വന്ന് ഈ മേഖല കുറേ കൂടി നന്നാക്കി എടുക്കാനായിട്ടുള്ളൊരു പരിശ്രമം നടത്തണമെന്നാണ് നമ്മൾ അവരോട് പറയേണ്ടത്. അപ്പോൾ അത് നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രയാസങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് യുവാക്കളൊക്കെ കൂടുതൽ പൊളിറ്റിക്സിലേക്ക് കടന്നു വരണം. എല്ലാ ഫീൽഡിലും യുവാക്കളുണ്ട്. നമുക്കിന്ന് നമ്മളെടുത്ത സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് ഒരു യൂത്തിൻ്റെ ഒരു അതിപ്രസരം കാണാൻ സാധിക്കും, കടന്നുകയറ്റം കാണാൻ സാധിക്കും. അത് ഒരു പുതിയ ട്രെൻഡാണിത്. പക്ഷേ പൊളിറ്റിക്സിൽ ആ രീതിയിൽ ഉണ്ടാവുന്നില്ല. അത് കൂടുതലുണ്ടാവണം. റോഹിച്ചേട്ടൻ തന്നെ പറഞ്ഞു കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട്. ശരിക്കും ഈ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ആളുകൾക്ക് ഈ ബോംബും ചോരയും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും അത്തരത്തിലുള്ള പാസ്റ്റ് എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ചരിത്രമൊക്കെ അല്ലേ ഈ പേരൻസിനെ, കുട്ടികളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റാനായിട്ടുള്ളൊരു കാരണമായിട്ട് വരുന്നത് പലപ്പോഴും? തീർച്ചയായിട്ടും അവിടെ രാഷ്ട്രീയം വളരെ സംഘർഷഭരിതമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരിയേറെ വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ ഫാദർ ഒരു കൃഷിക്കാരനാണ്, പിന്നെ അദ്ദേഹം ഒരു ക്ഷീരകർഷകനായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ട്. എൻ്റെ ഓർമ്മയുള്ള കാലം തുടങ്ങി കന്നുകാലികളുണ്ട്. അപ്പോൾ ഈ പാല് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുത്തിട്ടാണ് നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. സൊസൈറ്റിയിൽ മെമ്പർഷിപ്പുള്ള ആളുകൾ മാത്രമേ അതിനകത്ത് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ സൊസൈറ്റി തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിനു മുമ്പ് നമ്മളെ വിളിച്ചിട്ട് CPMകാരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. കാരണം പപ്പ നമ്മുടെയൊക്കെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണെന്നും കോൺഗ്രസിൻ്റെ പാനലിനെ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ CPMന് വോട്ട് ചെയ്യണമെന്നല്ല അവർ പറയുന്നത്. കാരണം വോട്ട് ചെയ്യാൻ വന്നാൽ അവർ നമ്മൾ കോൺഗ്രസിനെ ചെയ്യുള്ളൂ, പപ്പ കോൺഗ്രസിനെ ചെയ്യുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ വരരുത്, സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരരുത് എന്ന് പറഞ്ഞ ഭീഷണിയാണ്. പക്ഷേ പപ്പ പോകുമ്പം അവിടെ വെച്ചിട്ട് പപ്പാനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു, ID കാർഡ് പിടിച്ചു മേടിക്കുന്നു. ഒടുവിൽ പോലീസ് വന്നിട്ടാണ് രക്ഷിച്ച് കൊണ്ടുപോയി വോട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ഏറ്റവും ചെറിയ ഒരു സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ വരെ നടക്കുന്ന കാര്യമാണ്. പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ആളുകൾ നമ്മളൊക്കെ എന്തെന്ന് വെച്ചാൽ അതിരാവിലെ പോയി വോട്ട് ചെയ്തിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ ശേഷം എന്ത് സംഭവിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല. പോളിംഗ് ബൂത്തിലൊക്കെ അത്രയേറെ അടിയിടിയും അല്ലെങ്കിൽ സംഘർഷവുമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഞാനതൊക്കെ കണ്ടു വളർന്ന ആളാണ്. അപ്പോൾ എൻ്റെ പപ്പ ഒന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും രാഷ്ട്രീയത്തിലൊന്നും ഉള്ളവരല്ല. അവരൊക്കെ കോൺഗ്രസ് അനുഭാവികളാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും മറ്റ് രീതിയിൽ പോയിട്ടുള്ള ആളുകളൊന്നുമല്ല. പക്ഷേ എന്നിരുന്നിട്ട് കൂടി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്കൊക്കെ അറിയാം. നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ അത് അങ്ങനെ അപ്പം ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പത്രം തുറന്നു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും നിരന്തര സംഭവം. ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് അധികം ദൂരത്തിൽ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു പ്രദേശത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്ത് അവിടെ ബോംബ് പൊട്ടിയ ആളുകൾ മരിച്ച സംഭവങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകളുണ്ട്. അത് ആ കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ആ കാലം അതൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോൾ ഈ കണ്ണൂരിൻ്റെ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോഴും കൂടുതലായിട്ടും അവിടെയുള്ള യുവാക്കൾ തന്നെ ഈ ഒരു കാര്യത്തിലൊക്കെ ഇടപെടുന്നുണ്ട്. ഒരു കാലത്ത് കാര്യമായിട്ട് തന്നെ അവർ ആകർഷിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതിലേക്ക് അവരെ നയിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് അന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, ഇത് പല പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ നമ്മൾ പല സ്ഥലത്ത് ഇവിടേക്ക് ഇരുന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അവിടെയൊക്കെ പാർട്ടി ഗ്രാമങ്ങൾ അക്ഷരാർത്ഥത്തിലുണ്ട്. അവിടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല, ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ സാധിക്കില്ല, കൊടി കെട്ടാൻ സ്ഥാപിക്കില്ല, പോളിംഗ് ബൂത്തിൽ ഇരിക്കാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ കുറേ ആളുകൾ അതിൻ്റെ സ്വാധീനത്തിൽ അതിൻ്റെ കൂടെ നിന്നാൽ കിട്ടുന്ന കുറേ ബെനിഫിറ്റ് ഉണ്ടല്ലോ. എന്തും ചെയ്യാം, എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെ സംരക്ഷിക്കാനായിട്ട് ആളുണ്ട് എന്ന നിലയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ കൂടെ കൂടുന്ന കുറേ ആളുകൾ അന്നത്തെ തലമുറയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ കുറേ മാറി വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ആളുകളൊക്കെ പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ അവർ പഠിച്ച് എന്തെങ്കിലും ജോലിയൊക്കെ നേടി പുറത്തേക്കൊക്കെ പോകുന്നു, രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കണം. അന്നത്തെ ഒരു കാലം ഇത് ഞാൻ പറയുന്ന ഒരു 10-20-25 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് മറ്റ് മാർഗ്ഗങ്ങളൊന്നും ഇല്ലല്ലോ, തൊഴിലവസരങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ കൂടുക, ഇതിൻ്റെ കൂടെ കൂടി അലമ്പ് കാണിക്കുക. പിന്നെ കുറേ ആളുകളുണ്ട്, കോൺഗ്രസിൻ്റെ കൂടെ വരുന്ന ആളുകളുണ്ട്. അങ്ങനെ അതൊക്കെ ഓരോ താല്പര്യത്തിൽ വരുന്നവരാണല്ലോ. അപ്പോൾ അന്നത്തെ ഒരു തലമുറേനെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്നൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി അത് എനിക്ക് വളരെയധികം സ്യൂട്ടാവും, എൻ്റെ ഒരു ഐഡിയോളജി അതാണ് എന്ന് തോന്നുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ കോളേജിലേക്ക് പോകുന്ന സമയത്ത്.
അപ്പോൾ ആ ഒരു സമയത്ത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വീട്ടിൽ അത്ര ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് ചേട്ടൻ പറഞ്ഞു. ആ, കോൺഗ്രസ് അനുഭാവികളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള ഡിസ്കഷൻസും ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പ്? അല്ല, വീട്ടില് അപ്പനും അമ്മയൊക്കെ അവര് ഉം. പൂർണ്ണമായിട്ടും കോൺഗ്രസ് വിശ്വാസികളാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഉം. എന്തോ പരമ്പരാഗതമായിട്ട് നമ്മൾ ജനിച്ചു വന്ന നമ്മുടെ ഒരു കോട്ടയത്ത് നിന്ന് പോകുന്ന കുടുംബ കുടുംബ ക്രിസ്ത്യാനികൾ. പശ്ചാത്തലം എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് കുടുംബ പശ്ചാത്തലമാണ്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ വളർന്നു വരുന്നതൊക്കെ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നമുക്ക് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന സമയത്ത് രാവിലെ റേഡിയോ, ഞങ്ങളുടെയൊക്കെ അന്ന് വീട്ടിൽ റേഡിയോയേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് രാവിലെ റേഡിയോയിൽ വാർത്തയിൽ ഇതിങ്ങനെ അറിയുമ്പോൾ വീട്ടിലുള്ള അവർക്കൊക്കെ ഒരു വിഷമമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനും അതൊക്കെ കേട്ടിട്ടാണ് എണീക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുപ്പം തുടങ്ങി, ഓർമ്മ വെച്ച കാലം തുടങ്ങി നമ്മുടെ മനസ്സിൽ അതങ്ങനെ ഒരു കോൺഗ്രസ്സേ ഉണ്ടായിട്ടുള്ളൂ. ഉണ്ടായിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസിൻ്റെ തത്വശാസ്ത്രം മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടോ ഒന്നും അല്ല അന്നങ്ങനെ വന്നത്. പക്ഷേ പിന്നീട് നമ്മൾ KSUവിൽ സജീവമായി വന്നു. കോൺഗ്രസിൻ്റെ ആശയങ്ങളും കോൺഗ്രസിൻ്റെ ചരിത്രവും ഒക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ വിശ്വാസം അത് ശരിയായ വിശ്വാസമാണെന്നും അത് നമ്മൾ കുറേ കൂടി ആക്റ്റീവായിട്ട് നമ്മൾ പാർട്ടിയുടെ ഭാഗമായി നിൽക്കണം എന്നുള്ളൊരു തോന്നലുമാണ് നമുക്കുണ്ടായത്. ഇപ്പം തേവര കോളേജിലേക്ക് വരുമ്പോഴത്തേന് ഒരു KSUക്കാരൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് അനുഭാവിക്ക് വളരെയധികം സപ്പോർട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. പക്ഷേ JNU അങ്ങനെയല്ല. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാരണം അവിടെ ചെല്ലുമ്പോൾ ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലോ അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ ഫിറ്റ് അല്ലാത്ത ഒരാൾ എന്നുള്ളൊരു സമീപനമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? കാരണം അതൊരു അയ്യോ, അത് ബ്രാൻഡിങ് ഉണ്ട്. തീർച്ചയായിട്ടും. ഞാൻ JNUവിൽ ചെല്ലുമ്പോൾ JNUവിലെ NSUI എന്ന് പറയുന്നത്, നമ്മൾ KSU കേരളത്തിന് പുറത്ത് NSUI എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ NSUI എന്ന് പറയുന്നത് ഏതാണ്ട് 4-മോ 5-മോ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് ശേഷം വേറെ പ്രസ്ഥാനം ഇല്ല. വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ അന്ന് NSUIയിൽ പ്രവർത്തിക്കാനായിട്ടുള്ളൂ. കാരണം ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ക്യാമ്പസാണ്. അവിടെ മത്സരം നടക്കുന്നത് ലെഫ്റ്റും അൾട്രാ ലെഫ്റ്റും തമ്മിലാണ്. ഇടതുപക്ഷവും തീവ്ര ഇടതുപക്ഷവും തമ്മിലാണ് മത്സരം. SFI, ഐസ, DSU, പിന്നെ ABVP, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് പേര് വിരലിലെണ്ണാവുന്ന NSUIക്കാർ. അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള പല ആളുകളും അല്ലെങ്കിൽ KSU ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്ന പല ആളുകളും JNUവിൽ ചെല്ലുമ്പം അവർ SFI ആയി മാറുന്നു, അല്ലെങ്കിൽ IC ആയി മാറുന്നു. അങ്ങനത്തെ പല അനുഭവങ്ങളും നമുക്കുണ്ട്. സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതൊരു ഫാഷനാണ്. ഫാഷൻ. ലെഫ്റ്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ JNUവിൽ അതൊരു ഫാഷനാണ്. പിന്നെ കുറച്ച് നമ്മള് പ്രിവിലേജസ്, ഫ്രീഡം. അതിൻ്റെ കുറേ പ്രിവിലേജസ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ക്യാമ്പസ് രാഷ്ട്രീയത്തിലൊക്കെ ഏറ്റവും പ്രബലമായ ശക്തമായ ഒരു സംഘടനയുടെ കൂടെ കൂടാനായിട്ട് ആളുകളുണ്ടാവും. യെസ്. അപ്പോൾ NSUI ഒക്കെ ആ കാലഘട്ടത്തിൽ ആർക്കും വേണ്ടാത്ത സംഘടനയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ NSUIയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അധിക്ഷേപമാണ്. ഇന്ന് നമ്മൾ പറയില്ല ഫീലിംഗ് പുച്ഛം. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്കൊക്കെ പുച്ഛമാണ്. അതായത് ഞങ്ങളൊക്കെ വിവരവും വിദ്യാഭ്യാസവും ബോധവും ഇല്ലാത്ത ആളുകൾ ഏതോ എന്താ പറയുന്നത് എങ്ങനെയോ NSUI ചേർന്ന് കിടക്കുന്നതിനുള്ള അധിക്ഷേപമാണ്. അപ്പോൾ അത് സഹിച്ചാണ് ഞങ്ങളൊക്കെ അന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മറ്റൊന്ന് ചിന്തിക്കാനില്ല. കാരണം നമ്മൾ KSUവിൻ്റെ യൂണിയൻ ചെയർമാനൊക്കെ ആയി എന്താ പറയുന്നത് അടിമുടി കോൺഗ്രസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ വളരെ ചുരുക്കം ആളുകൾ ക്യാമ്പസിലുണ്ടായിരുന്നുള്ള NSUI. അപ്പോൾ ഞങ്ങൾ അവരൊക്കെ ആയിട്ട് ചേർന്നു, ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. ഞാൻ ആദ്യത്തെ വർഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊന്ന് നിരീക്ഷിച്ചു. നമ്മളതിൻ്റെയൊക്കെ ഭാഗമായി നിന്നു, NSUവിൻ്റെ ഭാഗമായിട്ട് നിന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇയറിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, നമ്മൾ ജയിച്ചൊന്നുമില്ല, നമുക്ക് സീറ്റുകളൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, നമ്മളൊന്ന് പ്രവർത്തിച്ചാൽ, ശ്രമിച്ചാൽ നമുക്ക് വിജയിക്കാം എന്നെനിക്കൊരു തോന്നലുണ്ടായി. ഞാൻ ആദ്യത്തെ വർഷം JNUവിൽ ചെന്ന് ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, അടുത്ത ഇലക്ഷൻ ഞാൻ മത്സരിക്കുമെന്ന് തീരുമാനിച്ചു. കാരണം ഇലക്ഷൻ മൊത്തം നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ്, അടുത്ത ഇലക്ഷൻ മത്സരിക്കണം എന്ന്. അന്ന് തുടങ്ങി പണിയെടുത്തു. പിറ്റത്തെ വർഷം സെക്കൻഡ് ഇയറിൽ ഞാൻ JNUവിൽ ഇലക്ഷൻ മത്സരിച്ചു. ഞാൻ യൂണിയൻ കൗൺസിലിലേക്ക് കൗൺസിലറായിട്ട് ഞാൻ ജയിച്ചു. അതൊരു ചരിത്ര സംഭവമായിരുന്നു. കാരണം അങ്ങനെ NSUIയുടെ ബാനറിൽ ഒരാൾ JNUവിൽ ജയിച്ചത് എനിക്ക് തോന്നണേ എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അവർക്ക് അങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടായില്ല. വലിയൊരു ചരിത്ര സംഭവമായിട്ട് തന്നെയാണ് അവിടെ വന്നത്. അതിനുശേഷമാണ് ഞങ്ങൾക്കൊക്കെ കുറച്ചൊരു ആളുകളൊക്കെ നമ്മൾ അംഗീകരിച്ചു തുടങ്ങിയത്. എന്ന് വെച്ചാൽ NSUവിൽ ആളുകൾ ജയിക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെയുള്ള ആളുകൾ. കേരളത്തിൽ നിന്ന് പോയി നിരവധി ആളുകൾ അവിടെ SFIയുടെ ഭാഗമായിട്ടും ഐസയുടെ ഭാഗമായിട്ടും ഒക്കെ കൗൺസിലർമാരും പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ NSUയുടെ ഭാഗമായിട്ട് ഒരാൾ ജയിച്ചത് ആദ്യമായിട്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ കൂടെ കൂടാൻ കുറേ ആളുകളുണ്ടായി. കാരണം ഇതത്ര മോശമല്ല എന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടായി. പിന്നെ കുറേ ആളുകൾ കൂടെ കൂടി.
ഈ ജെഎൻയുവിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളതുപോലെ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷമോ അല്ലെങ്കിൽ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കാതിരിക്കലോ അങ്ങനെയുള്ള അതൊന്നുമില്ല. എന്തെങ്കിലും ജെഎൻയുവിൽ ഒന്നുമില്ല. ആ കാര്യത്തിൽ വളരെ ഒരു വളരെ പ്രോഗ്രസീവ് ആണ്. വളരെ പ്രോഗ്രസീവ് ആണ്. ആ, വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ഓക്കെ. മാതൃകയാക്കേണ്ടുന്ന ഒരു പൊളിറ്റിക്കൽ കൾച്ചറാണത്. കൾച്ചറാണ്. കാരണം അവിടെ അങ്ങനെ അടിപിടിയൊന്നുമില്ല. ഓക്കെ. നമുക്ക് ആർക്കും ഏത് പാർട്ടിയിൽ വേണേലും പ്രവർത്തിക്കാം. ആരും നമ്മളെ തടയാനോ ഒന്നും വരില്ല. പിന്നെ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരും സ്വാഭാവികമായിട്ടും. അതല്ലാണ്ട് കായികമായിട്ടുള്ള അക്രമങ്ങൾ ജെഎൻയുവിൽ അങ്ങനെ പൊതുവെ ഉണ്ടാവാറില്ല. അത് ഉണ്ടായിട്ടുമില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ സ്റ്റുഡൻസ് ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് കോളേജ് രാഷ്ട്രീയത്തിൽ ഈ പാർട്ടികൾ തമ്മിൽ പാർട്ടി ഭേദമന്യേ കുട്ടികൾ തമ്മിലടിക്കാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? ഈ പാർട്ടികളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ നമുക്ക് മാതൃകകൾ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മളതൊരു ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഉണ്ട്. കൾച്ചർ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തല്ലും പിടുത്തവും അല്ലെങ്കിൽ അടിയിടി കൂടാൻ വേണ്ടിയിട്ടല്ലല്ലോ ക്യാമ്പസിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം കോളേജുകളിൽ രാഷ്ട്രീയം നിരോധിക്കണമെന്ന് നിരോധിക്കണമെന്ന് പലരും പറയുന്നതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് ഒരു പൊളിറ്റിക്കൽ കൾച്ചർ നമുക്ക് ക്യാമ്പസിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയണം. കാരണം ഇത് ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രവർത്തന പരിപാടി തമ്മിലുള്ള ഒരു മത്സരമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിനെ കാണാനായിട്ട് കഴിയണം. ഇപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായാലും അല്ലെങ്കിൽ പൊതുവിൽ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലായാലും ഒക്കെ നമ്മൾ കായികമായിട്ട് അടിപിടി കൂടി ജയിക്കാവുന്ന ഒന്നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവണം. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. അപ്പോഴാണ് ക്യാമ്പസ് രാഷ്ട്രീയമൊക്കെ കുറേ കൂടി എന്താ പറയുന്നത് കളർഫുള്ളാവുന്നതും അല്ലെങ്കിൽ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും കുറേ കൂടി രാഷ്ട്രീയം മനസ്സിലാക്കാൻ നല്ല രീതിയിൽ രാഷ്ട്രീയത്തെ നോക്കിക്കാണാൻ സാധിക്കുന്നതും കൂടുതൽ ആളുകളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയൊക്കെ ചെയ്യാം. കോൺഗ്രസ് പാർട്ടിയോട് അനുഭാവമുള്ള അല്ലെങ്കിൽ KSUവിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിൽ ആ ഒരു പ്രതീക്ഷ അല്ല, റോയിച്ചേട്ടന് തീർച്ചയായിട്ടും എത്രത്തോളം ഉണ്ട്? ഞാൻ പല സ്ഥലത്തും ഇപ്പോൾ ഞങ്ങൾ അങ്കമാലിയിലായാലും ഞങ്ങളുടെ ഒരു സുപ്രധാനമായിട്ടുള്ള കോളേജുണ്ട്, ശങ്കര ഉം. കോളേജ് എന്ന് ഉം, പറഞ്ഞ്. ഉം. ഏതാണ്ട് 10-18 വർഷക്കാലം SFIയുടെ കുത്തകയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ KSUവിൻ്റെ കുത്തകയായിരുന്ന ഒരു ക്യാമ്പസാണ്. ഇപ്പോൾ ശ്രീ ബെന്നി ബെഹനാനെ പോലുള്ള ആളുകളൊക്കെ പഠിച്ചിരുന്ന ഒരു സമയം, ശ്രീ കെ ബാബു അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ പഠിച്ചിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ KSU വളരെ സ്ട്രോങ് ആയിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് KSU അവിടെ ക്ഷയിച്ചു. ഏതാണ്ട് ഒരു 18-19 വർഷക്കാലം SFIയുടെ കുത്തകയായിരുന്നു. നമുക്കവിടെ നോമിനേഷൻ കൊടുക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ MLA ആയി വന്ന ആദ്യത്തെ വർഷം KSUവിൻ്റെ നോമിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം SFIക്കാർ പ്രിൻസിപ്പളിൻ്റെ റൂമിന് പുറത്ത് വെച്ച് നമ്മുടെ ആളുകളെ തടഞ്ഞു. നോമിനേഷൻ പേപ്പറെല്ലാം വലിച്ചു കീറി കളഞ്ഞു. സമയം കഴിഞ്ഞു. അങ്ങനെ KSUവിന് നോമിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പല ആളുകളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ അന്ന് പല ആളുകളും കുറിച്ചു, NSUI പ്രസിഡന്റ് MLA ആയ കോളേജിൽ അല്ലെങ്കിൽ സ്ഥലത്ത് ക്യാമ്പസിൽ KSUവിന് നോമിനേഷൻ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ ഇനി നമുക്ക് അടുത്ത വർഷങ്ങളിൽ നമുക്കൊന്ന് നോക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ആളുകളെ നമുക്ക് KSUക്കാർ നല്ല പ്രവർത്തകരെയൊക്കെ കിട്ടി. അങ്ങനെ മുന്നോട്ട് പോയി പ്രവർത്തിച്ചു പോയി. ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ ക്യാമ്പസ് നമ്മൾ തിരിച്ചു പിടിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലമായിട്ട് KSUവിൻ്റെ കുത്തക ക്യാമ്പസായി മാറ്റിയത്. അപ്പം ഞാൻ നമ്മുടെ KSUക്കാരോട് പറയാറുണ്ട്, നമ്മളായിട്ട് ആരെയും പോയി തല്ലാനോ അടിക്കാനോ ബഹളത്തിനോ ഒന്നും പോകരുത്. അത് നമ്മുടെ കൾച്ചറല്ല. നമ്മളങ്ങോട്ട് ഒരിക്കലും പോകാറുമില്ല. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ SFIയുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട്. അകാരണമായിട്ട് അക്രമം ഉണ്ടാവും. അവരിപ്പം ഇലക്ഷൻ ജയിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ഇപ്പോൾ അവർ അടിച്ചൊതുക്കാമെന്നാണ് വിചാരിക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ അടിയുണ്ടാകുമ്പോൾ നമ്മുടെ ആളുകൾ പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. അല്ലാണ്ട് നമ്മളായിട്ട് അങ്ങോട്ടൊരു കുഴപ്പമുണ്ടാക്കാനായിട്ട് നമ്മൾ പോകാറില്ല. അത് ചെയ്യരുതെന്ന് തന്നെ ഞാൻ നമ്മുടെ കുട്ടികളോട് പറയാറുണ്ട്. പിന്നെ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ അവരത് പ്രതിരോധിക്കും. അത് അല്ലാണ്ട് വേറെ നിർവാഹമില്ലല്ലോ. നിർവാഹമില്ല. ഇപ്പം ഏറെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഛത്തീസ്ഗഡിലെ ആ ഒരു ബജ്രംഗ് ദളിൻ്റെ ഇടപെടലും ആ ഒരു അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. റോയിച്ചേട്ടൻ കാര്യമായിട്ട് തന്നെ അതിൽ ഇടപെട്ട് ആ ഒരു എഫേർട്ട് എടുത്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ എന്തായിരുന്നു അവിടെ ഒരു ചലഞ്ചായിട്ടുണ്ടായിരുന്നത്? ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണ്? അത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നും. ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യുമോ? ഇത് നമ്മളെയും അഫക്റ്റ് ചെയ്യാം. ഇതിന് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് വന്നത്, ഒന്ന് നമ്മളിവിടുന്ന് പോകുമ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. കാരണം നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. എനിക്ക് ഛത്തീസ്ഗഡിൽ നിരവധി സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഏതാണ്ട് 4-5 മാസക്കാലം അവിടെ താമസിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ അവിടെ ജനപ്രതിനിധികളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ വിഷയം അറിഞ്ഞ് ഞാൻ അവിടെ വിളിച്ചപ്പോൾ എന്നോട് അവർ പറയുകയാണ്, ഇത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ് ആണ് ഇഷ്യൂ, എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായി, ഇത് ഒരു കള്ളക്കേസാണ്, കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് പോരാവുന്ന ഒരു കേസ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കേസല്ല. ഒന്ന് ഭരണകൂടം കംപ്ലീറ്റ് ആയിട്ട് എതിരാണ്.
പോലീസ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ സമ്മർദ്ദത്തിൽ, BJPയുടെയും ബജ്രംഗ് ദളിൻ്റെയൊക്കെ സമ്മർദ്ദത്തിൽ ഇവരെ കുടുക്കണം, ഇവരെ ജയിലിനകത്തിടണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുണ്ടാക്കിയ ഒരു കേസാണിത്. അതുകൊണ്ടാണ് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇവിടെ ചാർജ് ചെയ്തത്. മനുഷ്യക്കടത്ത് പിന്നീട് ആഡ് ചെയ്താണ്. അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കാരണവശാലും ജാമ്യം കിട്ടി പുറത്തു വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അവരെ ജയിലിലിട്ടിരിക്കുന്നു. ഭരണകൂടം കംപ്ലീറ്റ് എതിരാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ചലഞ്ച്, ഈ വിഷയം മൊത്തത്തിൽ നമ്മൾ ഇവിടുന്ന് കണ്ടതുപോലല്ല അവിടെ കാണുന്നത്. മലയാളം മീഡിയ മൊത്തം നമുക്ക് അനുകൂലമായിരുന്നു. എന്നുവെച്ചാൽ ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നും അവർക്ക് അന്യായമായിട്ട് അവരെ തടങ്കലിട്ടിരിക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതാണ് യാഥാർത്ഥ്യവും. പക്ഷെ ഛത്തീസ്ഗഡിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നറേറ്റീവ് നേരെ തിരിച്ചാണ്. അവിടുത്തെ നറേറ്റീവ് എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകൾ ഏതാണ്ട് വലിയ കൊടും കുറ്റവാളികളെന്ന നിലയിലാണ്. അതായത് ഇവർ ഛത്തീസ്ഗഡിലെ അവർ പറഞ്ഞിരിക്കുന്നത് പ്രായപൂർത്തിയാവാത്ത 3 പെൺകുട്ടികൾ, അവരെ അവരുടെ സമ്മതം കൂടാതെ, വീട്ടുകാരുടെ അനുമതി കൂടാതെ അവരെ ബലമായിട്ട് കൊണ്ടുപോകുന്നു. അവരെ കൊണ്ടുപോയി അവരെ മതപരിവർത്തനം നടത്തുന്നു. 3 ക്രിമിനൽ കുറ്റങ്ങളാണ്. അപ്പോൾ ഈ 3 കൊടും കുറ്റങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഈ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് വലിയ കൊടും ക്രിമിനലുകളായിട്ടാണ് ഈ കന്യാസ്ത്രീകൾ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ബജ്രംഗ് ദളുകാരെ, അതായത് ഇതിനകത്തെ യഥാർത്ഥ കുറ്റവാളികളായിട്ടുള്ള ബജ്രംഗ് ദളുകാർ നേരെ തിരിച്ച് ഈ കന്യാസ്ത്രീകളെ പിടിച്ച, ഏതാണ്ട് വീരകൃത്യം ചെയ്ത ആളുകൾ എന്നുള്ള ഒരു പരിവേഷമാണ് ഛത്തീസ്ഗഡിൽ മുഴുവനും. അതെങ്ങനെയാണ് ആ ഒരു ഷോർട്ട് ടൈം കൊണ്ട് അത്ര പ്രചരിക്കുന്നത്? അത് ഇവർ ഈ റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും അന്നത്തെ ദിവസം ഈ ബജ്രംഗ് ദളുകാർ മൊത്തമാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത്. പോലീസ് അല്ല ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ TT വിളിച്ച് ബജ്രംഗ് ദളുകാരെ വിളിക്കുകയാണ്. ബജ്രംഗ് ദളുകാർ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെയൊക്കെ സംഭവിക്കുന്നത്. അതാണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഒരു മനസ്സിലാക്കുന്നത്. സമാന്തര ഫോഴ്സ് ആയിട്ട് ഒരു സമാന്തര ഫോഴ്സ് ആയിട്ട് അവരെ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഈ ബജ്രംഗ് ദളുകാർ അവിടെ വന്ന് ഈ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ ചോദ്യം ചെയ്യുന്നു. കന്യാസ്ത്രീകളോട് ഇവർ പറഞ്ഞത്, നിങ്ങൾ മിണ്ടാതിരുന്നോണം, നിങ്ങൾ വാ തുറന്നാൽ അടിമേടിക്കുമെന്ന് പറഞ്ഞിട്ട്, അതാണ് നമ്മൾ ആ വിഷ്വൽസ് എല്ലാം കാണുന്നുണ്ട്. കന്യാസ്ത്രീകൾ മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് ഇവരാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്ത് ഈ പെൺകുട്ടികളുടെ അവരെ പേടിപ്പിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. എന്നുവെച്ചാൽ, ഞങ്ങളോട് ഈ കന്യാസ്ത്രീകൾ ഈ കാര്യം പറഞ്ഞു, പറ നിങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതല്ലേ, നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ കൊണ്ടുപോകുന്നതല്ലേ എന്ന് പറഞ്ഞ് ഇവരെ പേടിപ്പിക്കുകയാണ്. അവരെ പേടിപ്പിക്കുന്ന, എന്നിട്ട് ഒരു കുട്ടിയുടെ ഒരു ബാഗിൽ നിന്ന് ഒരു 2000 രൂപ കിട്ടി. ആ 2000 രൂപ ഇവർ തന്നെയാണ് പരിശോധിക്കുന്നത്, പോലീസൊന്നുമല്ല. ഈ 2000 രൂപ എടുത്ത് വെച്ചിട്ട് ഇവർ പറയണതാ ഇവർക്ക് കന്യാസ്ത്രീകൾ മതം മാറാൻ വേണ്ടി കൊടുത്ത പൈസയാണ്. ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ഒരു ബൈബിൾ കിട്ടി. കാരണം ഇവരൊക്കെ നേരത്തെ ക്രൈസ്തവ വിശ്വാസികളാണ്. എന്നിട്ട് പറയാണ്, ഇത് ഈ കന്യാസ്ത്രീകൾ തന്നതല്ലേ എന്ന് ഇവരെ കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ തുടക്കത്തിൽ ഈ കൂടെ ഉണ്ടായിരുന്ന ഒരു ഛത്തീസ്ഗഡിൽ നിന്നുള്ളൊരു യുവാവ് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ ഇവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി കൊണ്ടുവന്നു പറഞ്ഞപ്പോഴത്തേക്കും കൂടെ അവനെ ഭീകരമായിട്ട് മർദ്ദിച്ചു. പിന്നെ അവന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പെൺകുട്ടികളെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ കരയാണ്. ഇവർ കരയുമ്പം ഇവർ പറയുന്നത്, ഇവർ സമൂഹ മാധ്യമങ്ങളിൽ കൊടുക്കുന്ന നറേറ്റീവ് എന്ന് പറയുന്നത്, ഈ പെൺകുട്ടികളെ സമ്മതമില്ലാതെ കന്യാസ്ത്രീകൾ കടത്തിക്കൊണ്ട് പോകുന്നു, അതുകൊണ്ട് ഇവർ നിന്ന് കരയാണെന്നാണ്. അപ്പോൾ അങ്ങനെ അവിടെ സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും ഉണ്ടായ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരു ദിവസം മുഴുവനും. കാരണം ഇതിൻ്റെ യാഥാർത്ഥ്യം പറയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ എതിർപക്ഷം പറയാനോ ആരുമില്ല. ഇത് ബജ്രംഗ് ദളുകാരാണ് തന്നെ ഈ വിഷ്വൽ എടുക്കുന്നതും ഇത് പ്രചരിപ്പിക്കുന്നതും, അവരാണ് ചാനലുകളെ ഓട് കാര്യങ്ങൾ പറയുന്നതും, അവർ കൊടുക്കുന്നൊരു വേർഷനാണ്. അവരുടെ ഒരു നറേറ്റീവാണ് അവിടെ മൊത്തം റൺ ചെയ്യുന്നത്. ആ നറേറ്റീവ് മുഴുവൻ എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകൾ വലിയ ക്രിമിനലുകളാണെന്നുള്ള നിലയിലാണ്. അപ്പം ഞങ്ങൾ ആദ്യത്തെ ദിവസം അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളോട് ഛത്തീസ്ഗഡ് അവിടെ നിന്നുള്ള മീഡിയക്കാർ ഞങ്ങളോട് ചോദിക്കുന്നത്, അപ്പോൾ ഞാനും അതുപോലെ തന്നെ കുറച്ച് MP-മാർ, AICC നിയോഗിച്ച MP-മാർ ഉൾപ്പെടെയാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പം ഞങ്ങളെ അവർ സമീപിക്കുന്നത്, ഈ ക്രിമിനലുകളെ രക്ഷിക്കാനായിട്ട് വന്ന, സഹായിക്കാനായിട്ട് വന്ന നമ്മളും എന്തോ വലിയ അപരാധികളെന്ന നിലയിലാണ് ഈ മാധ്യമപ്രവർത്തകർ നമ്മളോട് ചോദിക്കുന്നത്. കാരണം അവർ മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നു. ഒരു ഷോർട്ട് ടൈമിൽ അവിടെയുള്ള ആളുകൾ ഛത്തീസ്ഗഡിലെ പൊതുസമൂഹത്തിൽ അവർ പ്രചരിപ്പിച്ച്, അവർ സക്സസ്ഫുള്ളായിട്ട് തന്നെ ക്യാമ്പയിൻ റൺ ചെയ്തു. അവരവിടെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് ഇവർ വലിയ തെറ്റുകാരാണെന്നുള്ള നിലയിലാണ്. അപ്പോൾ നമ്മളൊക്കെ അവരെ സഹായിക്കാൻ ചെല്ലുന്നവർ, നമ്മളും അവരെ ഈ എന്താ പറയുന്നത്, മനുഷ്യക്കടത്ത് നടത്തുന്നവരെ സഹായിക്കാൻ വന്നിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ BJPയുടെ ഔദ്യോഗിക ഒരു ഒഫീഷ്യൽ ഹാൻഡിലിൽ വന്ന ഒരു കാരിക്കേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത്, അതായത് കന്യാസ്ത്രീകൾ, 2 കന്യാസ്ത്രീകൾ ഈ പെൺകുട്ടീനെ കയറിൽ കെട്ടി പിടിച്ചിരിക്കുകയാണ്. 2 പെൺകുട്ടികളെ കയ്യിൽ കയറ് കെട്ടിയിട്ട് അവർ ഈ കന്യാസ്ത്രീകൾ പിടിച്ചിരിക്കുകയാണ്. ആ കന്യാസ്ത്രീകളുടെ കാൽച്ചുവട്ടിൽ
രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കെ സി വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. എന്നിട്ട് അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ മനുഷ്യക്കടത്തുകാരെ സഹായിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യക്കടത്തുകാരുടെ കാൽച്ചുവട്ടിൽ കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ അങ്ങനെ ഒരു നറേറ്റീവിലാണ്, അങ്ങനെ ഒരു ക്യാമ്പയിനിലാണ്, അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു 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 അറ്റ്മോസ്ഫിയറിലാണ് ഞങ്ങളവിടെ എത്തിച്ചേരുന്നത്. അപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും അല്ല അവിടെ ഇത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ പിന്നീട് പിന്നെ ഭരണകൂടം അതുകൊണ്ട് തന്നെ ആ നറേറ്റീവിനൊപ്പമാണ് ഭരണകൂടം നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി പോലും പറയല്ലേ ഇത് മനുഷ്യക്കടത്താണ്, അല്ലെങ്കിൽ ഇവർ മതപരിവർത്തനം നടത്തുന്നവരാണെന്നൊക്കെ. അപ്പോൾ പിന്നീട് നമുക്കിത് ഞങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് കേരളത്തിൽ നിന്നുള്ള വലിയ പിന്തുണ കിട്ടി. ഇവിടുത്തെ മീഡിയ, ഇവിടുത്തെ സഭയുടെ ഭാഗത്തുനിന്ന്, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുസമൂഹം എല്ലാവരും ഒരു അന്യായം നടന്നു എന്നുള്ള ഒരു നീതി നിഷേധമാണെന്നൊക്കെയുള്ള ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ വലിയ തോതിലുള്ള പിന്തുണ കേരളത്തിൽ നിന്ന് കിട്ടി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പെൺകുട്ടികളുടെ മൊഴിയൊക്കെ നമ്മൾ കൊടുത്തു. അതായത് ഈ 3 പെൺകുട്ടികൾ അവർ തന്നെ പറഞ്ഞു പിന്നീട് ഇത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പോയതാണെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരുടെ സമ്മതത്തോട് കൂടിയിട്ടാണെന്നും ഇവർ നിരപരാധികളാണെന്നൊക്കെയുള്ള കാര്യം, ബജറംഗ് ദളുകാരാണ് യഥാർത്ഥത്തിൽ അതിക്രമം നടത്തിയത് എന്നുള്ളതൊക്കെ ഈ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് പതുക്കെയാണ് അവിടുത്തെ ഒരു നറേറ്റീവ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചത്. അതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളും കേരളത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് പറയുമ്പോഴും ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നറേറ്റീവ് ഇവിടെയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതുതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ലേ? അത് കാരണം BJPയുടെ ഒരു നറേറ്റീവാണ്. നറേറ്റീവാണ്. അത് കാര്യമായിട്ട് തന്നെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും ഒരു ജനസമൂഹവും ഉണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം BJPയുടെ ഒരു പൊളിറ്റിക്സ് റൺ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വർഗീയ ചേരിതിരിവിലാണ്. അവർക്കൊരു എന്താ പറയുന്നത്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു സമാധാനത്തോടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ശാന്തമായി ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ BJPക്ക് അവരുടെ രാഷ്ട്രീയം റൺ ചെയ്യാൻ കഴിയില്ല. BJPക്ക് അവരുടെ രാഷ്ട്രീയം റൺ ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണൽ ഇഷ്യൂസ് ആവശ്യമാണ്. അപ്പോൾ അതിന് അവരൊരു എന്താ പറയുന്നത്, ശത്രുക്കളെ ഉണ്ടാക്കും. ഇപ്പം ചില സ്ഥലങ്ങളിൽ അവർ മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കും. എന്നിട്ട് പറയും, നോക്കൂ മുസ്ലിങ്ങളെല്ലാവരും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവരെ പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ്. മനസ്സിലായോ? മറ്റ് ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ അവർ ക്രൈസ്തവരെ ശത്രുക്കളാക്കും. ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടെ ക്രൈസ്തവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കൾ പറയുന്നത് ഞങ്ങളാണ് ഇടപെട്ടാണ് ജാമ്യം കൊടുത്തത്, ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഞങ്ങൾക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ഇത് ഗുസ്തി മത്സരമൊന്നും അല്ലല്ലോ. ഇത് 2 കന്യാസ്ത്രീകൾക്ക് അന്യായമായിട്ട് അവരെ ജയിലിൽ പാർപ്പിച്ചു, അവരെ 9 ദിവസം ഇട്ട് പീഡിപ്പിച്ചു. അവർ വിദേശികളാണോ എന്ന് പോലുമാണ് ചോദിച്ചത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാക്കിയതും ഇവരെ ഹരാസ് ചെയ്തതും BJPയുടെ ഭാഗമായിട്ടുള്ള ബജറംഗ് ദളാണ്. അവർക്കെതിരെ കേസെടുത്തത് BJP സർക്കാരിന് കീഴിലുള്ള പോലീസാണ്. ആ കേസ് കോടതിയിൽ ശക്തമായിട്ട് എതിർത്ത് വാദിച്ചത്, ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് വാദിച്ചതും ഈ കേസ് NIAക്ക് വിടണമെന്നൊക്കെ വാദിച്ചത് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോസിക്യൂഷനാണ്. ഈ 9 ദിവസം വരെ തടവിൽ പാർപ്പിച്ചതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഇതിനകത്ത് BJPക്കും സംഘപരിവാറിനും RSSനും ഒക്കെ തന്നെയാണ്. എന്നിട്ട് അതേ BJPയുടെ ആളുകൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങളാണ് ജാമ്യം എടുത്തതെന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്താ പറയുക, നീ യഥാർത്ഥത്തിൽ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? ആ സംശയമാണ് നമുക്കൊക്കെ ഉള്ളത്. പിന്നെ BJP അവിടെ, കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആളുകൾ അവിടെ വന്നു എന്ന് പറയുന്നു. അവരവിടെ വരാൻ നിർബന്ധിതരാവുകയായിരുന്നു. അവർ ഇതുകൊണ്ട് ഈ വിഷയത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല.